മലപ്പുറം മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളെത്തി. രാവിലെ 7:30 നടന്ന നമസ്കാരത്തിനും കുത്തുബയ്ക്കും മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദ് ഇമാം ഷൗക്കത്ത് അലി സഖാഫി നേതൃത്വം നൽകി. قال رسول الله صلى الله عليه وسلم إن أعظم الأيام عند الله تبارك وتعالى يوم النحر فهذا موسم الخيرات والطاعات قصد فيه الحجاج بيت الله الحرام. SYS സംസ്ഥാന കമ്മിറ്റി അംഗവും മഅ്ദിൻ മോഡൽ അക്കാദമി പ്രിൻസിപ്പലുമായ അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി ഈദ് സന്ദേശം നൽകി. ആഘോഷങ്ങൾ ആഭാസങ്ങളാകാതെ നാടിനും സമൂഹത്തിനും ഗുണപരമായ കാര്യങ്ങളിൽ വ്യാപൃതരാവണമെന്നും എല്ലാ വിഭാഗം ജനങ്ങളോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടെയും പെരുമാറണമെന്നും പെരുന്നാൾ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വേച്ഛാധിപതിയും പണാധിപത്യത്തിന്റെ പേരിൽ സമൂഹത്തെ പട്ടിണിക്കിട്ട് അടിമകളായി കഴിഞ്ഞിരുന്ന നമ്രൂദിന്റെ തീക്കുണ്ടാരം, അഗ്നികുണ്ടാരത്തെ അതിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര കരുത്തോടെയാണ് ആ സാഹചര്യങ്ങളെ താൻ അതിജീവിച്ചത്. 100 വർഷക്കാലം നിരന്തരം പ്രാർത്ഥന നിരതനായി തനിക്ക് അള്ളാഹു കനിഞ്ഞരുളിയ തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ആ മകനോടുള്ള ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും മാനസിക ബന്ധത്തിന്റെ വാത്സല്യത്തിന്റെ ആഴവും പരപ്പും എത്രയായിരിക്കും സഹോദരന്മാരെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ കയ്യിൽ കിട്ടിയ കുഞ്ഞുമായി മക്ക പ്രദേശത്തേക്ക് ബാബിലോണിൽ നിന്ന് പലായനം ചെയ്യാൻ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ മക്കയുടെ ഒരു അവസ്ഥ? ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഈ കാലത്ത് പോലും ആധുനികമായ മനുഷ്യന്റെ സംവിധാനം കൊണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും 4000 വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കൽ കൊണ്ട് മാത്രമുള്ള പർവ്വതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന മക്ക നഗരത്തിൽ മനുഷ്യവാസമില്ലാത്തൊരു സാഹചര്യത്തിൽ തന്റെ മകനെയും കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോരുമ്പോ അവിടെയാണ് ദുരന്തങ്ങളുടെ മുന്നിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു ഉമ്മയുടെയും മകന്റെയും അതിജീവനത്തിന്റെ ചരിത്രമാണ് ഹാജറ ബീവി ആ സഫാ മറുവക്കടയിലുള്ള കുന്നുകൾക്കിടയിൽ അങ്ങുമിങ്ങും ഓടിയതിന്റെ കഥ ആധുനിക ലോകത്തോട് പറയുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ ഹസ്തദാനം നൽകി പെരുന്നാൾ സന്തോഷം കൈമാറിയാണ് പിരിഞ്ഞുപോയത്. CCN മലപ്പുറം.